മരിക്കാൻ ഒരാഗ്രഹവുമില്ല. മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല. എന്റെ മരണത്തിൽ ഭർത്താവ് നിതീഷ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ. ഭർത്താവിന്റെ പിതാവ് മോഹനനാണ് രണ്ടാം പ്രതി. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു. വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെ എല്ലാം ആക്ഷേപിച്ചു. 2025 ജൂലൈ 8-ന് ഷാർജയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾ മുമ്പേ വിഭജിക തന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു: വിഭജികയുടെ 1.5 വയസ്സുള്ള മകളെയും അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശിനിയായിരുന്നു വിഭജിക. വർഷങ്ങളായി ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും വിഭജികയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇതേ ജൂലൈ മാസം തന്നെയാണ് മറ്റൊരു കൊല്ലം സ്വദേശിനി അതുല്യയും സമാനമായ സാഹചര്യങ്ങളിൽ ഷാർജയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. അതുല്യയെ ഭർത്താവ് സതീഷ് ശാരീരികമായി ആക്രമിക്കുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സതീഷ് വയറ്റിൽ ചവിട്ടിയെന്നും അനങ്ങാൻ പറ്റുന്നില്ലെന്നും അതുല്യ തനിക്ക് വോയിസ് നോട്ട് അയച്ചതായി ഒരു ബന്ധു പറഞ്ഞിരുന്നു. ജൂലൈ മാസം 29-ന് മരിച്ച തൃശൂർ സ്വദേശിനി ഫസീലയും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പോലീസ് റെക്കോർഡുകൾ അനുസരിച്ച് 2020 മുതൽ 2025 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 43 സ്ത്രീധന മരണങ്ങളാണ്. ഇതേ കാലയളവിൽ ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും പീഡനം അനുഭവിച്ചെന്ന 25,000-ലധികം പരാതികൾ വേറെയും. സ്ത്രീധനം നൽകുന്നത് കുറ്റകരമല്ലാതാക്കണം എന്ന കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ വന്നതോടെ ഈ വിഷയം ഒരിക്കൽ കൂടി പൊതുചർച്ചകളിൽ സജീവമാകുകയാണ്. കേരളത്തിലെ സ്ത്രീധന നിരോധന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൊതു താൽപര്യ ഹർജിയിന്മേലാണ് ഈ ശുപാർശ വന്നത്. എറണാകുളം സ്വദേശിനിയായ നിയമബിരുദധാരി ടെൽമി ജോളിയാണ് ഹർജി നൽകിയത്. ഹർജിയിൽ പറയുന്നത് പോലെ കേരളത്തിലെ സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണോ? പരാതിപ്പെടാനും സ്ത്രീധനം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനുമെതിരെയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയെല്ലാം നിലവിൽ വന്ന ഈ സംവിധാനത്തിന് കേരളത്തിലെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള അതിക്രമങ്ങളെയും മരണങ്ങളെയും നിയന്ത്രിക്കാനാകാത്തത് എന്തുകൊണ്ടാണ്? സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമല്ലാതാക്കുന്നത് ഫലപ്രദമാകുമോ? OBC അന്വേഷിക്കുന്നു. 1961-ലെ സ്ത്രീധന നിരോധന നിയമം, 1985-ലെ സ്ത്രീധന നിരോധന ചട്ടങ്ങൾ, 2004-ലെ കേരള സ്ത്രീധന നിരോധന ചട്ടങ്ങൾ എന്നിവയാണ് സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ. സ്ത്രീധന നിരോധന നിയമത്തിന്റെ സെക്ഷൻ 8B-യിലാണ് സ്ത്രീധന നിരോധന ഓഫീസർമാരുടെ നിയമനം സംബന്ധിച്ച വിവരങ്ങളുള്ളത്. കേരളത്തിൽ 2004-ലാണ് സ്ത്രീധന നിരോധന ഓഫീസർമാർ നിയമിക്കപ്പെടുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 മേഖലകളിൽ മാത്രമാണ് ആദ്യം ഓഫീസർമാർ ഉണ്ടായിരുന്നത്. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഓഫീസർമാർ ഉണ്ടാകണമെന്ന് 2021-ലെ ഭേദഗതിയിൽ നിഷ്കർഷിക്കുന്നു. അതാത് ജില്ലകളിലെ വനിതാ ശിശു വികസന ഓഫീസർമാരാണ് സ്ത്രീധന നിരോധന ഓഫീസർമാരായും പ്രവർത്തിക്കുന്നത്. നേരിട്ടും ഓൺലൈനായും പരാതികൾ സമർപ്പിക്കാം. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുകയും ഇരുകൂട്ടരെയും ഹിയറിംഗിന് വിളിക്കുകയും തുടർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് രീതി. പരാതികൾ സ്വീകരിച്ച് നടപടിയെടുക്കുക, പരാതികളുടെയും നടപടികളുടെയും രജിസ്റ്റർ സൂക്ഷിക്കുക, സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ തടയാനായി ആവശ്യമായ പരിശോധനകൾ നടത്തുക, വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നിവയൊക്കെയാണ് സ്ത്രീധന നിരോധന ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. എന്നാൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഓഫീസർമാരൊക്കെയും പറഞ്ഞത് കഴിഞ്ഞ 1 വർഷത്തിൽ ജില്ലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരാതികളുടെ എണ്ണം 10-ൽ താഴെ മാത്രമാണ് എന്നാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തെക്കൻ ജില്ലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. കോട്ടയത്ത് ലഭിച്ചത് 1-2 പരാതികൾ, എറണാകുളത്ത് 4, ആലപ്പുഴ തുടങ്ങിയ ചെറിയ ജില്ലകളിൽ 1 പരാതി പോലും ലഭിച്ചിട്ടില്ലെന്നാണ് സ്ത്രീധന നിരോധന ഓഫീസർമാർ പറയുന്നത്. ഇതിൽ തന്നെ വിവാഹമോചിതരായവർ സ്വർണവും പണവും തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് ഭൂരിഭാഗവുമെന്ന് എറണാകുളം ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർ പറയുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഒന്നും തന്നെ വന്നിട്ടുമില്ല. സ്കൂളുകളിലും കോളേജുകളിലും ബോധവത്കരണ ക്ലാസുകളും സ്ത്രീധന നിരോധന ക്യാമ്പയിനുകളും നടത്താറുണ്ട്. എന്നാൽ മാസത്തിൽ എത്ര ക്ലാസുകൾ എന്ന തരത്തിലുള്ള കൃത്യമായ കണക്കുകളില്ല. സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ തടയാനായി പരിശോധനകൾ നടത്തണമെന്ന് നിയമം പറയുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സത്യവാങ്മൂലം ശേഖരിക്കുക മാത്രമാണ് എന്ന് ഒരു ഓഫീസർ പറയുന്നു. ടെൽമി ജോളി കൊടുത്ത ഹർജിയിൽ ഈ പോരായ്മകളെ കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ഹർജിയെ തുടർന്ന് 2025 ജൂലൈയിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ കണക്കുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീധനത്തെ ഒരു സാമൂഹിക വിഷയമായി കാണാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ വിഷയമായി കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് അഭിഭാഷകയായ തുളസി കെ രാജ് പറയുന്നു. പൊതു താൽപര്യ ഹർജിയിൽ ടെൽമിയുടെ അഭിഭാഷകയാണ് തുളസി. നിയമത്തിലെ സെക്ഷൻ 3 സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേപോലെ കുറ്റകരമാക്കുന്നത്.
പലപ്പോഴും സമ്മർദ്ദം മൂലമാണ് സ്ത്രീധനം നൽകാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ നിർബന്ധിതരാകുന്നത്. അതുകൊണ്ടാണ് ഈ സെക്ഷന്റെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും തുളസി പറയുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയും ഇതേ അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സാമൂഹികമായി മകളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായാണ് സ്ത്രീധനത്തെ കാണുന്നത്. സ്ത്രീധനം കൊടുക്കുന്നതും കുറ്റകരമായാൽ പരാതിപ്പെടാൻ വീട്ടുകാർക്ക് പേടിയുണ്ടാവും. പുതിയ ശുപാർശ നടപ്പിലാക്കിയാൽ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഓരോ തവണയും മരണങ്ങളും ആത്മഹത്യകളും സംഭവിക്കുമ്പോൾ മാത്രമാണ് സ്ത്രീധനം എന്ന വിഷയം സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ പതിറ്റാണ്ടുകളായുള്ള ഈ നിയമവും അതിന്റെ ഭരണഘടനാ സാധുതയും നിയമത്തിന്റെ നടത്തിപ്പിലെ വീഴ്ചകളും ചർച്ചയാവുകയാണ്. പുതിയ ഭേദഗതികൾ വിഷയത്തിന്റെ സാമൂഹ്യ തലങ്ങളെ മുഴുവനായും അഡ്രസ് ചെയ്യുമെന്നും നടത്തിപ്പ് ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.